ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും സെല്ലീസ് ക്രോഷറ്റ് ഹബിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ക്രോഷറ്റിന് എങ്ങനെ പ്രൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ക്രോഷറ്റിന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു സംഭവങ്ങൾക്ക് എങ്ങനെ പ്രൈസ് ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, 55 റുപ്പീസിന് നിങ്ങൾക്ക് ക്രോഷറ്റ് കൊടുത്താൽ മുതലാകും എന്നുള്ളതാണ് കേട്ടോ. അത്രയും റേറ്റ് ചെറുതല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ ഓരോ പ്രോഡക്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ വില ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് എത്രത്തോളം എഫേർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എത്രത്തോളം സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ യാണ് എത്ര രൂപക്കാണ് ഓരോ യാണും പർച്ചേസ് ചെയ്യുന്നത്. ഓരോ യാണിനും പല റേറ്റും കാര്യങ്ങളാണ് കേട്ടോ. ചില യാണുകൾ നമുക്ക് ചീപ്പ് റേറ്റിന്, അതായത് 150 റുപ്പീസിന്റെ ഉള്ളിൽ വരെ നമുക്ക് യാണുകൾ കിട്ടും. ആ ഒരു റേഞ്ചിൽ നമുക്ക് യാണുകൾ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു 50 റുപ്പീസിന്റെ യാണിനും അതുപോലെ തന്നെ 100ന്റെ യാണിനും ഒക്കെ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അത്രയും സ്മോൾ എമൗണ്ടിലാണ് അപ്പൊ നമുക്ക് അവിടെ യാണ് ചെലവാകുന്നത്. അപ്പൊ നമ്മൾ ക്രോഷ്യ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ വില ഇടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ചെലവായിട്ടുള്ള യാണും എത്രയാണോ നമുക്ക് ചിലവായിട്ടുള്ള യാണ്, ആ യാണ് വാങ്ങിക്കാനുള്ള പ്രൈസ് എത്രയായത്, ആ യാണ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരു ബസ്സിന്റെ ഒരു കാശ് ഉണ്ടാവുമല്ലോ, എന്ത് വാഹനത്തിലാണോ നമ്മൾ പോയിട്ടുള്ളത് ആ ഒരു സംഭവങ്ങൾക്ക് നമ്മൾ ഒരു ക്രോഷ്യേന്റെ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എത്രയാണോ നമ്മുടെ കയ്യിൽ നിന്നും ചെലവായിട്ടുള്ളത്, ആ ചെലവായ സംഭവങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ക്രോഷ്യ പ്രോഡക്റ്റിന് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളൊരു യാണിന്റെ പ്രോഡക്റ്റ്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു യാണ് നമ്മളൊരു 150 റുപ്പീന് യാണ് വാങ്ങിച്ചൊന്ന് കൂട്ടിക്കോ, ഒരു 10 റുപ്പീസിന്റെ ഹുക്കും വാങ്ങി എന്ന് കൂട്ടിക്കോ, ആ ഒരു 160 രൂപ മാത്രം പോരെ നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിനെ പോയിട്ടുള്ള നമുക്ക് എക്സ്പെൻസ് ആയിട്ടുള്ള യാത്രയുടെ ചെലവും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു യാണിന് ചെലവാക്കിയിട്ടുള്ള ചെലവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്രോഷ്യ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ പ്രൈസ് ചെയ്യുക. അപ്പൊ അത് ചില ആളുകൾ പല വില അധികം പ്രൈസ് ആയിട്ടുള്ള, അതായത് ഒരു 500 എബോവ് ഒക്കെ ആയിട്ടുള്ള യാണുകൾ ഉണ്ടാവും. അപ്പൊ അത്രയും ക്വാളിറ്റി, യാണിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. യാണിന് പ്രൈസ് കൂടുമ്പോൾ യാണിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും, പ്രൈസ് കുറയുമ്പോൾ യാണിന് ക്വാളിറ്റി കുറവാകും. ചിലത് നമുക്ക് ചെറിയ 10 ഗ്രാമിന്റെയും 20 ഗ്രാമിന്റെയും ഒക്കെ യാണ് കിട്ടും. ആ യാണിലും നമുക്ക് ക്രോഷ്യ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം, സെയിൽ ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് ചെറിയ സ്മോൾ എമൗണ്ടിലാണ് നമുക്ക് യാണ് പോകുന്നത് എങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ വില കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ചെറിയ, അതായത് ന്യൂ ബോൺ സൈസിനാണ് 550 വരുന്നത്, ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ന്യൂ ബോൺ ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്മോൾ എമൗണ്ടിലാണ് യാണ് ചെലവാകുന്നത്. അപ്പൊ ഇനി ന്യൂ ബോൺ കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ 3 to 6 to 9 അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് യാണ്, അതായത് ഏജ് സൈസ് അനുസരിച്ച് നമുക്ക് യാണിനും ഒക്കെ ചെലവ് കൂടും. ഡിഫറെന്റ് സൈസ് ആണല്ലോ, നമ്മൾ ചെറുതല്ലല്ലോ, അതിലേക്ക് പിന്നെ എക്സ്ട്രാ യാണ് ആഡ് ചെയ്യുമ്പോഴാണല്ലോ അതൊന്നും വലുതായി കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ യാണിന്റെ ഇതിൽ പ്രൈസിലും മാറ്റം വരും കേട്ടോ. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഞാനിപ്പോൾ ആ ഒരു ചെറുതിന് 550 എന്ന് പറഞ്ഞ്, ഞാൻ ചെറിയൊരു റേറ്റിലാണ് ക്രോഷ്യേന്റെ പ്രോഡക്റ്റിൽ 550 ഒക്കെ വരുന്നത്, വളരെ കുറഞ്ഞ ഒരു പ്രൈസാണ് കേട്ടോ. ഞാൻ അന്വേഷിച്ചപ്പോൾ 1500 രൂപ, 1000ന്റെ എബോവ് 1000 ആണ് ഓരോരുത്തർ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഞാനത് ചെറിയൊരു സ്മോൾ എമൗണ്ടിലാണ് ഞാനത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ക്രോഷ്യ ബിസിനസിന്റെ ഒരു ചാനൽ അങ്ങനെയല്ല കേട്ടോ. ക്രോഷ്യെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ക്രോഷ്യേന്റെ സ്റ്റിച്ചസും ക്രോഷ്യേന്റെ ഓരോ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രോഷ്യ ഒട്ടും അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കും ക്രോഷ്യേന്റെ ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് യാൺ എത്രയാണ് ചിലവായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്രയാണോ യാൺ ചിലവായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഒരു സംഭവം ഒരു എന്ത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്രയാണോ യാൺ ചിലവായിട്ടുള്ളത്, അതുപോലെ തന്നെ ആ ഒരു യാണിന് എത്ര പ്രൈസ് ആണ് നിങ്ങൾക്ക് ചിലവായിട്ടുള്ളത് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എത്ര സമയം വെച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ചിലര് നല്ല എക്സ്പീരിയൻസ് ഉള്ളവര് 1 ഡേ കൊണ്ടൊക്കെ തീർക്കുന്നവരുണ്ട്. ചിലര് ഓരോ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ 2-3 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്ക് അങ്ങനെയൊക്കെ പെൻഡിങ്ങിലിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ചിലവായിട്ടുള്ള സമയവും അതുപോലെ തന്നെ പ്രൈസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ആ ഒരു കമന്റിന് റിപ്ലൈ തരാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും എങ്ങനെയാണ് ഹാൻഡ് മെയ്ഡ് സംഭവങ്ങൾക്ക് ഇത്ര പ്രൈസ് വില കുറച്ചിട്ട് കൊടുക്കാൻ കഴിയുന്നത് എന്നാ കേട്ടോ. ഇതിപ്പോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഹോബി സ്റ്റോറിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു യാൺ വെച്ചിട്ടാണ് കേട്ടോ ഇത് തുന്നിയെടുത്തിട്ടുള്ളത്. ഇതിനകത്ത് അത്യാവശ്യം ഞാൻ പ്രൈസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഇതിപ്പോ ഫിനിഷിംഗ് ആയിട്ടില്ല കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ യാണിന്റെ ഒരു വർക്ക് മാത്രമേ ഇതിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇതൊരു ഫിനിഷിംഗ് വർക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ ഒരു തുണി ഉണ്ടല്ലോ ശീല, അതും കൂടെ വെച്ച് ഒന്ന് ഫിനിഷിംഗ് ലുക്കിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇതിന് പ്രൈസ് ചെയ്യുക. അപ്പൊ ഇതിന് അത്യാവശ്യം കോസ്റ്റ് ഉണ്ടാവും. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടാണ് ഞാൻ ഈ ഒരു ബാഗ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രോഷ്യ പ്രോഡക്ട്സിനൊക്കെ ഒരുപാട് താല്പര്യമുള്ള വ്യക്തികൾക്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെക്ക് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് കയറി നോക്കുക. സെലീസ് ക്രോഷ്യറ്റ് ഹബ്ബ് എന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും. അതിലൊന്ന് കയറിയിട്ട് നോക്കുക. അതിൽ ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓരോ ബാഗ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഓരോ ക്രോഷ്യറ്റിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.